ഇതാണ് മെന്റലിസം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന എത്ര മലയാളി മെന്റലിസം ഷോകൾ കണ്ടിട്ടുണ്ട്? ഓജോ ബോർഡ് എന്ന് പറയുന്ന സാധനം രണ്ടാം ലോകമായുധ കാലഘട്ടത്തിൽ ഇത് പണ്ട് ടോക്കിംഗ് ബോർഡ് എന്ന് അറിയപ്പെട്ടിരുന്ന സാധനം. ഈ ബോർഡ് ആക്ച്വലി ഇഡിയോമോട്ടോ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു ആക്ടിവിറ്റി മാത്രമാണ്. ഇപ്പൊ രജനീകാന്ത് എന്ന് പറയുന്ന നടനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ സിനിമയിൽ മാത്രമേ മേക്കപ്പെടുന്നുള്ളൂ. നമ്മൾ കംപ്ലീറ്റ് മാസ്ക് ഇട്ടല്ലേ ജീവിക്കുന്നത്. എല്ലാവരും മാസ്ക് ഇട്ടാണ്. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചായിരിക്കും. വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു വലിയ നോക്കൂ 52 കാർഡ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് 8 ഓഫ് ഡയമണ്ട് ഉണ്ട്. വെറുതെ കാർഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുക. ഒരു കാർഡ് മാത്രം തിരിഞ്ഞിരിപ്പുണ്ട്. നമസ്കാരം. ലൈഫ് സ്റ്റോറീസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഏറ്റവും പുതിയ എപ്പിസോഡിൽ എനിക്ക് ഇന്ന് കൂടെ ഗസ്റ്റായിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മെൻ്റലിസ്റ്റ് നിപിൻ നിരവത്താണ്. കൂടുതൽ പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നിപിൻ നിരവത്തിന് ഈ ഷോയിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അപ്പം നിപിൻ്റെ വളർച്ചയുടെ ഒരുപാട് കാലഘട്ടങ്ങൾ കണ്ടറിയാനുള്ളൊരു ഭാഗ്യം ഒരുപക്ഷെ എനിക്ക് സിദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തുടക്കകാലം മുതൽ ഈ മാജിക്കിൽ കൂടെ തുടങ്ങിയ ഒരാൾ, അപ്പോൾ ഇങ്ങനെ ഒരു മാജിക്കിൻ്റെ ലോകത്ത് നിന്ന് മാജിക്ക്, ഹിപ്നോട്ടിസം, സൈക്കോളജി, സൈക്യാട്രി, ഇങ്ങനെ പല പല മേഖലകൾ കടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം മെൻ്റലിസം എന്ന് പറഞ്ഞ് വലിയൊരു സംഭവമായിട്ട് നിവിൻ കയറി വരികയാണ്. എനിക്ക് ഭയങ്കര വളരെ ബഹുമാനത്തോടു കൂടി നോക്കിക്കണ്ട ഒരു കാലമാണത്. അപ്പോൾ ഈ മെൻ്റലിസത്തിലേക്കുള്ള വളർച്ചയുടെ ഒരു തുടക്കം, ആ ഒരു തോട്ട് വന്നതിൽ നിന്ന് ഒന്ന് പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ടോണി ചേട്ടന് ഇത് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് വലിയ കടപ്പാടും നമ്മൾ തമ്മിലുള്ള ബന്ധം അതുപോലെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ്. കാര്യം എൻ്റെ ജീവിതയാത്രകളിൽ ടോണി ചേട്ടനും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ഔപചാരികതകളൊന്നും ഇല്ലാതെ വളരെ സംസാരിക്കാം. പിന്നെ ഞാൻ എൻ്റെ വളർച്ച എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേനും ടോണി ചേട്ടൻ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ വളർച്ച എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതെ ടോണി ചേട്ടൻ്റെ അടുക്ക് വരികയും ടോണി ചേട്ടൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും ആ വഴികളിലൂടെ എനിക്ക് പല കാര്യങ്ങൾ ഗൈഡ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്കത് വലിയ പറയുമ്പോൾ എനിക്കൊരു ചളിപ്പുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നിവിനെ കണക്ട് ചെയ്ത സുഹൃത്ത് ചങ്ങനാശ്ശേരിക്കാരൻ ഒരു മനീഷ് ഈ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മെന്റലിസം എന്ന് പറഞ്ഞിട്ട് വന്നതല്ല. വർഷങ്ങളായിട്ട് മെന്റലിസം എന്ന് പറയുന്ന സാധനം ഞാനിപ്പം പബ്ലിക്കലി ഞാൻ ആക്റ്റീവായിട്ട് 24 years ആയിട്ടാണ് മെന്റലിസം എന്ന് പറയുന്നത്. ഇതൊക്കെ മുമ്പേ മെൻ്റലിസമായിട്ട് ഞാൻ പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. കാര്യം നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുക. ഈ പുതിയ പരീക്ഷണങ്ങൾ ഒന്നും ആളുകൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനിത് എത്രയും വർഷമായിട്ട് ചെയ്തിങ്ങനെ വരുമ്പോഴും ആളുകൾ ഇതിനെ മറ്റൊരു തരത്തിലായിരുന്നു കാണാൻ ശ്രമിച്ചിരുന്നത്. ഇപ്പം മാജിക്കൽ ആർട്ട് ഫോം ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്ത് മെൻ്റലിസം പോലൊരു സാധനത്തിന് അത് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഡിഫറൻ്റ് ആണ്. ക്യുക്കായിട്ടുള്ള നൽകുന്ന അത്ഭുതങ്ങളാണ് ഈ മാജിക്കുകൾ പോലെയുള്ള സാധനങ്ങൾ. ഇപ്പം പാട്ടാണെങ്കിൽ അത് ഭയങ്കര ഫീലാണ്. മെൻ്റലിസത്തിനകത്ത് നമ്മളൊരു കണ്ടീഷനിങ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു ആക്ട് കൊണ്ടുവരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിനും ആളുകൾ നിന്ന് തരിക, പണ്ട് മുതലേ അങ്ങനത്തെ ഒരു ശീലമില്ലാത്ത ആളുകളെ ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അത് പക്ഷേ നമ്മൾ കൂടുതലും കോർപ്പറേറ്റ് ഓഡിയൻസിലാണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കൂടുതലും നമ്മൾ മലയാളികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ഇത് അവിടെ അക്സെപ്റ്റബിൾ ആവാതിരുന്നൊരു സമയമുണ്ട്. അപ്പോഴെനിക്ക് എൻ്റെ ജീവിതം ഞാൻ ഇതിനുവേണ്ടി കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കാം. ഇതല്ലാതെ വേറൊരു കാര്യം എനിക്ക് അറിയില്ല. പഠിച്ചത് ഗ്രാഫിക് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. ആ സമയത്താണ് നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേ എൻ്റെ പാഷൻ അതല്ലായിരുന്നു. ഇതാണ് എൻ്റെ പാഷൻ. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ വഴികളിലൂടെ എത്താമെന്നുള്ളത് കോർപ്പറേറ്റ് ഷോകളാണ് എനിക്ക് കിട്ടിയത്. കാരണം ആ കോർപ്പറേറ്റ് ഷോസിന് ഫെയിം ഇല്ല. ഞാൻ ഈ പറയുന്ന ഈ ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ പോയിട്ട് ഒരുപാട് ഈ മാർവാടികൾ അല്ലെങ്കിൽ കോർപ്പറേറ്റ് കമ്പനികൾ അവരുടെയൊക്കെ ഇവന്റുകൾ അല്ലെങ്കിൽ വെഡ്ഡിങ്ങുകൾ ഇതിനകത്തൊക്കെ പോയിട്ടുള്ള ഷോകളായിരുന്നു ഞാൻ ചെയ്തത്. ഇത് നമുക്ക് ഫെയിം ഇല്ല, പബ്ലിസിറ്റി അവർക്ക് ആവശ്യമില്ല, ഇത് ടിക്കറ്റ് പ്രോഗ്രാം അല്ല, ബ്രാൻഡ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല. അവിടെ ഒരു എന്റർടൈനർ എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചുള്ള. കാരണം അവർക്ക് ചിലപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ഡീലർ മീറ്റ് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ ഡെമോ, അത് കഴിയുമ്പം ആ വന്നിരിക്കുന്ന ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് വേണം. ഒരു 45 minutes എന്റർടൈൻമെന്റ്, ദെൻ അത് കഴിഞ്ഞൊരു DJ ആയിരിക്കാം, അത് കഴിഞ്ഞ് ഫുഡ് ആയിരിക്കാം, ലിക്കർ ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യമായിരിക്കാം. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോഴും ഇനി ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് ഇവന്റുകൾ കണ്ടക്ട് ചെയ്യും. ആ കണ്ടക്ട് ചെയ്ത ഇവന്റുകൾ കണ്ടിട്ട് ഇനിയും ഇതുപോലെ ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഇതൊരാൾ കണ്ടക്ട് ചെയ്യാൻ തയ്യാറായിട്ടില്ല. ഗ്രാജുവലി ആ പെയിൻ ഉള്ളിൽ കിടക്കുമ്പോഴും നമ്മൾ സർവൈവ് ചെയ്യുന്ന മൂഡിലൂടെ ആ മാനങ്ങൾ തേടി തേടി ഇപ്പോൾ നമ്മൾ ഓൺ പ്രോഗ്രാമുകളും കാര്യങ്ങളും എന്ന രീതിയിൽ എത്തി 2026 നിൽക്കുന്നു. പക്ഷേ ഈ ക്രിപ്റ്റിക് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടൊരു പേരാണ്. ഇപ്പൊ ക്രിപ്റ്റിക് എന്നുള്ള ഷോയിൽ കൂടാണ് നിപിൻ വളരെ ശ്രദ്ധേയമായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ച് കിടക്കുകയാണല്ലോ.
അപ്പൊ ഈ ക്രിപ്റ്റിക് എന്നുള്ള പേര് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു കാരണം, ആ പേരിന്റെ പിന്നിലൊരു ആക്ച്വലി അത് എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡ് ഉണ്ടാക്കിയിരിക്കുന്ന അങ്ങനത്തെ ഒരു മിസ്റ്ററി ജോണറിലുള്ള ഒരു തീമാണ് എൻ്റെ ഷോ. അപ്പോൾ അത് ദുബായിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഷിബിൻ പുള്ളി സജസ്റ്റ് ചെയ്തൊരു പേരാണ് ക്രിപ്റ്റിക്. നിന്റെ ഈ കഥയ്ക്കും ഇതിന്റെ സ്ക്രിപ്റ്റിനും അനുസരിച്ച് പറ്റിയൊരു പേര് ഇതാണ് എന്ന രീതിയിൽ പുള്ളി സജസ്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ആ പേരും എൻ്റെ ഷോയും കൂടെ ബ്ലെൻഡ് ചെയ്യാൻ എൻ്റെ ക്ലൈമാക്സ് ക്രിപ്റ്റിക് ആവണം. എന്താണ് ഇംപോസിബിൾ ടു ഇമാജിൻ എന്നതാണ് അതിന്റെ ഒരു ടോട്ടൽ ടാഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിലേക്ക് പിന്നെ അതിനുവേണ്ടി കുറച്ച് വർക്ക് ചെയ്തു. അങ്ങനെ ഒരു പേരുണ്ടാവും. എനിക്ക് തോന്നുന്നു നിപിൻ സ്വന്തമായിട്ട് വെച്ച വീടിന്റെ പേരും ഭയങ്കര ഇമ്പോസിബിൾ കണ്ടല്ലേ കണ്ടു. അല്ല, അത് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു അല്ല വീട് ഞാൻ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തേക്കുന്ന ഒരു വീടാണ്. സാധാരണ ഒരു ടിപ്പിക്കൽ വീടെന്ന സാധനമല്ല. അല്ല, അപ്പൊ അതില് എനിക്ക് തോന്നിയത്, ഇപ്പൊ നമ്മളിപ്പോ വെറുതെ കാഷ്വലി ഒരു ഡിസ്കഷനാണ്, എന്നാൽ പോലും ഞാൻ ഇവിടെ സംസാരിച്ചു തുടങ്ങി അവസാനിപ്പിക്കുന്ന എന്താണെന്ന് ഒരുപക്ഷെ നിപിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയേക്കുമെന്ന് എനിക്കറിയില്ല. ടോണി ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ എന്താ പ്രശ്നം അറിയാം? ഞാൻ തുടങ്ങിയത് എന്തായിരിക്കും, എൻഡിൽ എന്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു സൂപ്പർസ്റ്റീഷ്യസ് എലമെന്റ് ഉണ്ട്. എന്താണെന്നറിയാം, അതായത് എന്നെ മറ്റൊരു തരത്തിൽ കാണും. അത് ഞാനൊരു മന്ത്രവാദിയോ ഒരു ജ്യോതിഷനോ പ്രവചനങ്ങൾ നടത്തുന്ന ഒരാളോ ആയിട്ടൊക്കെ കാണുന്ന തലത്തിലേക്ക് ചിന്തിക്കുമ്പം ടോണി ചേട്ടൻ അറിയാം അങ്ങനെ അല്ലെന്ന്, പക്ഷെ പ്രേക്ഷകർ വിചാരിക്കും. പക്ഷെ ഞാനൊരു ട്രിക്ക് കാണിക്കാം, എൻഡിൽ എന്താ സംഭവിക്കാൻ പോകുന്ന ഒരു ട്രിക്ക് കാണിക്കാം. ഞാൻ അതിനുവേണ്ടി ഇപ്പൊ ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ ഞാൻ എടുത്തിട്ട് ഒരു രണ്ടോ നടത്തില്ല ടോണി ചേട്ടൻ, ഞാനൊരു ഡെക്ക് കാർഡ് എടുത്ത് വിളിച്ചിട്ട് ഒന്നല്ല 2 കാർഡുണ്ട്. ഇത് സൈഡിലോ പോക്കറ്റിലോ എവിടെയെങ്കിലും വെച്ചോ. ഇതിപ്പോ എനക്കണ്ട, അതെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അത് നമുക്ക് എൻഡിൽ ഓപ്പൺ ചെയ്യാം. അതൊരു മിസ്റ്ററി കാർഡ് ബോക്സ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ. തീർച്ചയായിട്ടും. അപ്പൊ ഈ മാജിക്കിന്റെ കാലത്ത് നമ്മൾ തുടങ്ങുന്നത്, നമ്മളൊന്ന് പരിചയപ്പെടുന്നതും മാജിക്കിൽ കൂടെ ആയിരുന്നു. അന്ന് എന്റെ സുഹൃത്ത് വലയങ്ങളിലൊക്കെ വന്ന് ദീപികളുള്ള സമയത്തും എല്ലാം കളക്ടറിന്റെ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്തു. അത് ഭയങ്കര ഹിറ്റായ പ്രോഗ്രാമാണ്. രാജമാണിക്യം സാർ എറണാകുളത്തെ കളക്ടർ ആയിരിക്കുന്ന സമയത്ത്, അത് ഇതേ സമയത്താണ് നമ്മളിപ്പോ സംസാരിക്കുന്ന ഒരു ഇലക്ഷൻ കാലത്ത്. അപ്പൊ 2016 ഇലക്ഷന് സ്വീപ്പ് എന്ന് പറഞ്ഞ ഇലക്ഷൻ വോട്ടേഴ്സ് ബോധവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി ചെയ്തു. അതെല്ലാം ഓർമ്മയാണല്ലോ. ഞാനത് ആ പേര് ആലോചിക്കായിരുന്നു, ആ പ്രോഗ്രാമിന്റെ പേര് സ്വീപ്പ്, സിസ്റ്റമാറ്റിക് വോട്ടേഴ്സിനെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട്. അന്ന് നിശാന്തിനി മാഡം ഉണ്ടായിരുന്നു, രാജമാണിക്യ സാർ ഉണ്ടായിരുന്നു. എല്ലാവരും ഉള്ള സമയത്ത് വോട്ടെന്ന് പറയുമ്പോൾ ഹിപ്നോട്ടൈസ് ചെയ്യായിരുന്നു. ഹിപ്നോസിസും മെന്റലിസം കൂടെ ക്ലബ് ചെയ്തു. 2016 ഇലക്ഷൻ കഴിഞ്ഞിട്ട് 21, 26, ഇപ്പം 10 വർഷത്തിന് മുമ്പ് കറക്റ്റ് ടൈം അത്. അല്ല, ഇപ്പൊ ഈ ഇലക്ഷൻ കാലത്ത് ഇപ്പം പലരും വിചാരിക്കും മെന്റലിസം മനുഷ്യനെ മനസ്സിലാക്കുന്ന ഒരു സംഗതിയായിട്ടൊക്കെ ചിന്തിക്കും. പക്ഷേ ഈ മനസ്സിലാക്കാനുള്ള ഒരു കഴിവെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അത് മെന്റലിസം ഒരു ആർട്ടാണെങ്കിൽ പോലും അതിന് വേറൊരു എലമെന്റ് ഉണ്ട്. എന്തിനാ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മനുഷ്യന്റെ മനസ്സിലാക്കൽ എന്ന് പറയുന്നതല്ല മെന്റലിസം എന്ന് പറയുന്നത്. കുറെ ഈ മൈൻഡ് ഗെയിമുകളാണ്. ഞാൻ എപ്പോഴും പറയാറുള്ള ഹൗ ടു ഫൂൾ യുവർ ബ്രെയിൻ. നിങ്ങൾ എങ്ങനെ ഒരു ഇല്യൂഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ആളുകൾ തോന്നുന്നത് മനസ്സ് വായിച്ചതുപോലെയാണ്, അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു കാര്യം അയാൾ പ്രവചിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഇല്യൂഷൻ അവരിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്ന ഒരു എഫേർട്ടാണ്. അപ്പൊ അതിനകത്ത് സൈക്കോളജി, സജഷൻ, ഷോമാൻഷിപ്പ്, ആർട്ട് ഓഫ് ഇൻഫ്ലുവൻസ്, സം കൈൻഡ് ഓഫ് മാജിക്, ട്രിക്ക്, ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആർട്ട് ഉണ്ടാവും. അല്ലാതെ ഇപ്പോൾ ഒരാളുടെ മനസ്സ് വായിക്കുന്നത് മാത്രമല്ല, ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്ത് ഒരു പ്യൂർലി ആൾക്കാരെ വാവ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു വൗ 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 എന്നുള്ളൊരു സാധനം ഉണ്ടാക്കിക്കൽ മാത്രമാണ്. അല്ലാതെ മനസ്സ് വായിക്കൽ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരാളുടെ മനസ്സ് വായിക്കാം. ഒരാൾ വന്നിരിക്കുന്ന സമയത്ത് അയാളുടെ ബോഡി പോസ്റ്റേഴ്സ്, അയാളുടെ ജസ്റ്റേഴ്സ്, ടൊണാലിറ്റി, പിന്നെ ഇപ്പം ബോഡി ലാംഗ്വേജ് ആൻഡ് മൈക്രോ എക്സ്പ്രഷൻസ് 2 കാര്യങ്ങളാണ്. ഇപ്പം മൈക്രോ എക്സ്പ്രഷൻ നമുക്കൊരു നഗ്നനേത്രങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, അതുകൊണ്ട് തന്നെയാണല്ലോ അത് മൈക്രോ ആകുന്നത്. ക്യാമറകളൊക്കെ വെച്ചിട്ട് ഡീകോഡ് ചെയ്തെടുക്കേണ്ട കാര്യം. ഇനി അല്ലാതെയുള്ള ബോഡി പോസ്റ്റേഴ്സ്, നമ്മൾ സംസാരിക്കുമ്പോൾ അതിനോട് കാണിക്കുന്ന പ്രതികരണ രീതികൾ, അതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏറെക്കുറെ ആ ഏത് പാറ്റേണിലുള്ള ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഷോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് മാത്രമാണ് ഷോ എന്ന് ധരിക്കുക പറയാൻ പറ്റില്ല. അപ്പം എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും കുറച്ച് നല്ല ജ്ഞാനമുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു തിയേറ്ററിക്കൽ പെർഫോമർക്ക് പറ്റുള്ളൂ. ഒരു ഡ്രാമ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കും തിയേറ്റർ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, അയാൾ ഓഡിയൻസിന്റെ പഞ്ചും കൂടെ അറിയണം, ഇല്ലേ? സ്ക്രിപ്റ്റിനെ കുറിച്ചും അറിയണം, ഇത് ഡെലിവറി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിനെ കുറിച്ചും അയാൾക്ക് ബോധ്യം ഉണ്ടാകും. വലിയൊരു സ്റ്റഡി വേണം. അതുകൊണ്ടാണ് നമ്മൾ ലോലേട്ടനെ കുറിച്ചൊക്കെ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത്. എന്ത് കാര്യം കുറിച്ചാലും ഒരേപോലെ അല്ല ചെയ്യുന്നത്, അദ്ദേഹം അത് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മളും ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പഠിക്കുന്നു. ഞാൻ പക്ഷേ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ അറിയാനാണ് വലിയ ഇഷ്ടം. ഈ ലൈഫ് സ്റ്റോറീസ് ഞാൻ ഈ പേരിടുന്നതിൽ തന്നെ മറ്റുള്ളവരുടെ ജീവിതം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് ഇൻസ്പയറിങ് എലമെന്റ്സ് ഉണ്ടായെന്ന് വരും. അതുപോലെ തന്നെ നമ്മളിപ്പോഴീ എവിടെയെങ്കിലും വഴി കൂടെ മറൈൻ ഡ്രൈവിലൊക്കെ പോകുമ്പോൾ കുറേ കൈനോട്ടക്കാർ വരും.
അറിയാതെയെങ്കിലും ഒരാൾ കൈ നീട്ടി അല്ല, അവിടെ 50, 100, 200 കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒത്തിരി ഉണ്ട്. മറ്റുള്ളവരുടെ മനസ്സ് പറഞ്ഞു കേൾക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും മറ്റുള്ളവരുടെ സ്വന്തം മനസ്സ് വേറൊരാൾ റീഡ് ചെയ്ത് പറഞ്ഞു കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ട്? നമുക്ക് എല്ലാ മനുഷ്യർക്കും 2 ഫേസ് ആണുള്ളത്. അതായത് രണ്ടാമത്തെ ഫേസ് ആയിരിക്കും എപ്പോഴും നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുക. ആദ്യത്തെ ഫേസിനെ മറയ്ക്കാനാണ് നമ്മൾ പ്രത്യേക രീതിയിലുള്ള വസ്ത്രങ്ങൾ, പെർഫ്യൂമുകൾ, നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ വാച്ചിനകത്തുണ്ടാകുന്ന വ്യത്യാസം ഡൈ ചെയ്ത് അല്ലെങ്കിൽ ഫേഷ്യൽ ചെയ്ത് നമ്മൾ വണ്ണം പ്രത്യേകമായി ബോഡിയൊക്കെ പോയി സെറ്റ് ചെയ്ത് നമ്മൾ എടുക്കുന്നത് രണ്ടാമത്തെ ഇതാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ആദ്യത്തേത് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ആൾക്കാരെ കൊണ്ട് ഈ വക സാധനങ്ങളിലേക്ക് ചെല്ലുന്നത്. അപ്പൊ ഞാൻ എന്നിലെ ഫേക്ക് ആയിട്ടുള്ള ആ സാധനം ആരെങ്കിലും റിയൽ ഫേക്ക് ആണ് ശരിക്കും ജീവിതം. അതാണ് സത്യ. അപ്പം ഈ ഫേക്കിനകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. നമ്മൾ കംപ്ലീറ്റ് മാസ്ക് ഇട്ടല്ലേ ജീവിക്കുന്നത്. മാസ്ക് ആണ്, എല്ലാവരും മാസ്ക് ഇട്ടാണ്. മാസ്ക് ആണ്. അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ചായിരുന്നു. അല്ല, രജനീകാന്ത് എന്ന് പറയുന്ന നടനോട് എനിക്ക് ഭയങ്കര റെസ്പെക്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സിനിമയിൽ മാത്രമേ മേക്കപ്പ് ഇടുന്നുള്ളൂ. റിയൽ ലൈഫിൽ അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം വെറുതെ ഒരു കൈലിയൊക്കെ കൊടുത്ത് വെറുതെ ഒരു ഷർട്ടും ഒക്കെ ഇട്ട് വിഗ് പോലും വെക്കാതെ അദ്ദേഹം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുണ്ട്. അദ്ദേഹത്തിനും വേറൊരു മുഖം ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും നമുക്കത് കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ആ മാസ്കിനെ അകത്തേക്ക് കയറാനുള്ള പോസിബിലിറ്റി ഇല്ല. പക്ഷെ ഈ ഫേക്കിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ സജീവമായിട്ട് നിൽക്കുന്ന സമയമാണ്. ഈ ഫേക്ക് എന്ന് പറയാൻ പലരും ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ ഭയങ്കര സേഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ, ഭർത്താവ്, കുട്ടിക്കായിട്ടുള്ള ഫോട്ടോസ് ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഇതുപോലത്തെ ഒത്തിരി ഫാമിലികളുടെ ഹിസ്റ്ററിയുടെ പിന്നാമ്പുറത്തോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങളും പൊട്ടിത്തെറികളായിരിക്കും. മനുഷ്യൻ മോണോഗോമസ് ഇനത്തിൽപ്പെട്ട ഒരാളല്ലല്ലോ. അല്ല, അതറിഞ്ഞാൽ തന്നെ നമുക്ക് ആ പറയുന്ന ഫേക്ക് ആണെന്ന് മനസ്സിലാവുമ്പോൾ കുറെ കാലം ഇത് നിൽക്കും. കാര്യം പിന്നെ ഇപ്പൊ പറഞ്ഞ വളരെ കറക്റ്റാ. നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രൊജക്ട് ചെയ്യാത്തവര് വളരെ സേഫ് ആയിരിക്കും, വലിയ ശല്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പലയിടത്തും. ഈ പ്രൊജക്ട് ചെയ്യുന്നവർക്ക് ഉള്ളിൽ എന്തോ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. അറ്റൻഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാണ്. കെയർഫുള്ളി ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തൊരു നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ പോലെ തോന്നും. ചിലരിങ്ങനെ അവർക്ക് തോന്നാത്തത് അവരുടെ ബോധതലത്തിൽ അങ്ങനെ ഒരു കാര്യം വന്നു തുടങ്ങിയിട്ടില്ലാത്ത. അതെ. പിന്നെ നമ്മൾ ഈ കുട്ടിക്കാലത്ത് വന്ന ഒരു മാജിക് PM എത്രയുടെയൊക്കെ മാജിക് കണ്ടതിനെ കുറിച്ചൊക്കെ നിവിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ മാജിക്കൽ ലോകത്തുനിന്ന് പിന്നെ മുതുകാട് വന്നു, സാമ്രാജ്യം വന്നു, പലരും വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമുക്ക് എപ്പോഴും ഇപ്പം എൻ്റെ അടുത്ത് ഒരു വലിയൊരു എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എഴുത്തിൽ ജീവിക്കുന്ന സമയത്തേക്ക് ടോണി ഒരുപാട് ഗുരുക്കന്മാരുണ്ടാവണം, എഴുത്തിൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ടാവണം, ഒടുവിൽ എല്ലാവരും തള്ളിപ്പറയണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥതലം ഗുരുക്കന്മാരുണ്ടായിട്ട് അവരെ നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ നമ്മൾ തിരസ്കരിക്കുക എന്നുള്ളതല്ല, നമുക്ക് എഴുത്തിൽ സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാവണം എന്നാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ മാജിക്കിൽ തുടങ്ങുമ്പോൾ മാജിക്ക് തുടങ്ങി നമ്മൾ മാജിക്ക് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞത്, മാജിക്കിൽ നിന്ന് തുടങ്ങി വരുമ്പോൾ ഈ ഒരു സ്വന്തമായൊരു ശൈലി കെട്ടിപ്പടുക്കാൻ വേണ്ടി നല്ല എഫേർട്ട് ഇട്ടിട്ടുണ്ടാവില്ലേ? അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ ക്യാപ്പ് വെച്ചേക്കുന്നത്. കുറെ ആൾക്കാരൊക്കെ ചിലപ്പോൾ സോഷ്യൽ മീഡിയ എന്നെ കളിയാക്കി പറയാറുണ്ട്, ഇയാൾക്ക് തലയിൽ മുടിയില്ലാത്തതുകൊണ്ട് ഇയാൾ സ്വന്തമായിട്ട് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ക്യാപ്പ് വെച്ചേക്കുന്നത്. ഞാൻ ഈ ഷെർലക് ഹോംസ്, അതർ കൊനാൻ ഡോയിലിന്റെ ഒക്കെ ഒരുപാട് അങ്ങനത്തെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് മോഡ് ചെയ്തേക്കുന്നതും പിന്നെ ഞാൻ അങ്ങനത്തെ കുറെ പടങ്ങൾ, സിനിമകളൊക്കെ കാണുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ട് എനിക്കൊരു ഷേപ്പ് ഉണ്ടാക്കി വെക്കാം. അപ്പൊ എന്നെ ചിലപ്പോൾ എന്റെ പേര് നിപിൻ നിരവത്ത് എന്നുള്ള പേര് അറിയത്തില്ലാത്ത കുറെ ആൾക്കാർ ഒരു തൊപ്പി വെച്ചൊരു മെന്റലിസ്റ്റ് എന്ന് ചിലപ്പോൾ പറയും. അപ്പൊ അത് തപ്പി ആൾക്കാർ പോകുമ്പോഴേ എന്നെ കിട്ടുമല്ലോ. അപ്പൊ ഞാൻ എന്റെ ഒരു ഐഡന്റിറ്റിക്കാണ്, എനിക്ക് തൊപ്പി ഇല്ലാതെ ഇതിലേക്കൂടെ ഞാൻ സാധാരണ ഇപ്പം സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ ഞാൻ ക്യാപ്പ് ഇല്ലാതെ പോകും. കാരണം ആൾക്കാർ തിരിച്ചറിയില്ല. ഇത് വെക്കുമ്പോൾ എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നത് സന്തോഷം ഉണ്ടാക്കാറുണ്ടോ അതോ അല്ല? രണ്ടും അതെ, രണ്ട് രീതിയിലാണത്. ഇപ്പൊ നമുക്ക് എല്ലാ മനുഷ്യനും ഇമോഷണലി പല അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ഒക്കെ ആയിരിക്കുമല്ലോ പോവുക. അപ്പൊ നമ്മള് വളരെ ഹാപ്പി ആയിരിക്കുന്ന മൊമെന്റിലേക്ക് ക്യാപ്പ് വെച്ച് പോകുമ്പോൾ ആൾക്കാർ കാണണം എന്ന് തന്നെയും തിരിച്ചറിയണം എന്ന് തന്നെ വിചാരിച്ച് തന്നെ പോകുന്നത്. ഇനി ഇതില്ലാതെ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ഡിസ്റ്റർബ്ഡ് ആണ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അത്ര ഒരു ഹാപ്പി മൂഡിലല്ല എന്നുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ എൻ്റെ അടുത്ത് ആൾക്കാർ വരാതിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി എന്ന് വെച്ചാൽ അവരെ ഇൻസൾട്ട് ചെയ്യണമെന്നല്ല. മനസ്സിലായി. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് സിനിമാക്കാർ, ഇവിടുത്തെ പല ആക്ടേഴ്സും ചെന്നൈയിലും മുംബൈയിലും ഒക്കെ സെറ്റിൽ ചെയ്തിരിക്കുന്നതിന്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവർക്ക് റിയൽ ലൈഫില് ഒരു കടയിൽ പോയി നാരങ്ങാവെള്ളം കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് പറ്റൂല. ഇപ്പൊ പൃഥ്വിരാജിന് ഇപ്പൊ ഇവിടെ ഇറങ്ങിയിട്ട് മാറൈൻ ഡ്രൈവിൽ വന്നിട്ട് ചാലന്തരം കാറ്റ് കൊള്ളാന്ന് വിചാരിച്ചാൽ പറ്റില്ല എന്ന് പറഞ്ഞാലേ. ഇപ്പൊ ആ പറഞ്ഞ തലവും എന്റെ തലവും വലിയ അന്തരമുണ്ട്. ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, കാരണം നമ്മൾ പബ്ലിക് കാണണം, അറിയണം എന്ന് ആഗ്രഹിച്ച് തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതിന് രണ്ട് സ്റ്റേറ്റ് ഉള്ളത്. ഒന്ന് നമുക്ക് രണ്ട് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന
ബുദ്ധിമുട്ടുകളെ ആളുകൾക്ക് അറിയില്ലല്ലോ. അതെ അതെ അതിനെ മാനേജ് ചെയ്യാൻ ക്യാമ്പ് പൂരിയും എനിക്കൊരു ഓപ്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. പല മുട്ടയടിച്ചും ബിഗ് വെച്ചും പല രീതിയിൽ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അതിനിടയിൽ എല്ലാവർക്കും ഉള്ള സ്വാഭാവികമായ പരിണിതികളാണ്. പിന്നെ ഈ മെന്റലിസത്തിന് ഇപ്പം ഒരുപാട് അറ്റൻഷൻ കിട്ടുന്ന ഒരു സമയമാണ്. ഇപ്പൊ തന്നെ ഒരുപാട് കോഴ്സുകൾ മെന്റലിസത്തെ കുറിച്ച് സോഷ്യൽ മീഡിയ നോക്കി കാണാം. അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഒരു ഞാൻ കമന്റ് കഴിഞ്ഞാൽ രണ്ട് തരമാണ്. ഒന്ന്, ഇതാണ് മെന്റലിസം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. രണ്ട്, പെർഫോം ചെയ്ത് വിജയിപ്പിക്കാനോ പെർഫോം ചെയ്ത് ലൈഫ് മുന്നോട്ട് പോകാനോ പറ്റാത്ത ആൾക്കാരാണ് കൂടുതലും പഠിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അവരെ സംബന്ധിച്ചോളം അവർക്ക് അതിൽ നിന്ന് വരുമാനമാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ അതിനകത്ത് എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ കുറേ എന്തെങ്കിലും ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഒരു സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കാണിക്കുക, ഇതാണ് മെന്റലിസം എന്ന്. ആക്ച്വലി മെന്റലിസം ഇപ്പൊ ഇവിടെ പറയുന്ന പോലെ അങ്ങനെ ഒരു സാധനം അല്ലത്. ഇതൊരു തിയേറ്ററിക്കലായിട്ടിരുന്ന് ആസ്വദിക്കേണ്ട ഒരു ഫുള്ളി ആ ഒരു പോകേണ്ട ഒരു സാധനമാണ്. ഒന്നാമത്തെ കാര്യം, ഈ പറയുന്ന എത്ര മലയാളി മെന്റലിസം ഷോകൾ കണ്ടിട്ടുണ്ട്? ചോദ്യം എന്റെ ഷോ എന്നല്ല, ഇവിടുത്തെ ഇന്ത്യൻസിന്റെ അല്ലാതെ എത്രയോ ഷോസ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ ഷോസ് റെഫർ ചെയ്യുകയും കാണുകയും ഇതിനകത്തു നിന്ന് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഇതൊക്കെ വായിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന് വേറൊരു തലമുണ്ട് എന്നത് മനസ്സിലാക്കുന്നത്. ഇപ്പം 500 രൂപയ്ക്കും 800 രൂപയ്ക്കും കോഴ്സ് പഠിക്കാമെന്ന് പറഞ്ഞ് ചെല്ലുമ്പം ഇത് എടുക്കാൻ പോകുന്നതിന്റെ ഒരു മനോഗതിയുണ്ട്. പണ്ട് നമ്മൾ ഈ തപാലിലൂടെ ഞാനത് പറഞ്ഞു വരുമായിരുന്നു. അതേപോലെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ അടുത്ത് പഠിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. ലൈവ് ക്ലാസ്സസ് എനിക്ക് ഇവിടെ ഉള്ളു. ഞാൻ ഓൺലൈനിൽ ഒന്ന് ക്ലാസ് ഇത് ഓൺലൈനിൽ എടുക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അപ്പം ഇവിടെ പഠിക്കാനായിട്ട് ആൾക്കാർ വരാറുണ്ട്, പഠിച്ചിട്ട് പോകാറുണ്ട്. അവർ ഹോബിസ്റ്റുകളായിരിക്കാം, ചിലർ പെർഫോമൻസിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരായിരിക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞ ഒറ്റ ഫാക്ടറാണുള്ളത്. നമുക്ക് ഷോ ചെയ്ത് വിജയിപ്പിക്കാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ അതിന് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരെ എവിടെ നിന്നൊക്കെയോ പഠിച്ച കുറെ ട്രിക്കുകൾ സെല്ല് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അവർ സെല്ലിങ്ങിലേക്ക് ഇറങ്ങും. അതിലവർ വിജയിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഹാപ്പിനെസ് അൾട്ടിമേറ്റ്ലി ആ കലയല്ല, മറിച്ച് മണി ആയിരുന്നു എന്നുള്ളതാണ്. ശരിയാ അല്ലേ? എന്നെ സംബന്ധിച്ചോളം എനിക്ക് മണി അല്ല എൻ്റെ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് നല്ല വേദികളിൽ പെർഫോം ചെയ്യുക, പാഷനെ ഡ്രൈവ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പം ഇതൊക്കെയാണ് ലോകം. പക്ഷേ ഇപ്പോഴത്തെ ലെവലിൽ ഞാൻ മനസ്സിലാക്കുന്നത് മെന്റലിസ്റ്റുകളെ ഒരുപാട് ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മെന്റലിസം എന്നുള്ള ഒരു തിയറി തന്നെ. അതിനെ ഞാൻ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരും മിസ്യൂസ് ചെയ്യുന്നില്ലേ? തെങ്ങ് ചെത്തുകാരനും ചെയ്യുന്നില്ലേ? പോലീസുകാരനും ഇല്ലേ? രാഷ്ട്രീയക്കാരനും ഇല്ലേ? മിസ്യൂസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അതൊരു ജനറലൈസ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ്. എല്ലാത്തിനകത്തും കള്ളനാണയങ്ങൾ ഉണ്ടാവും. അതൊരു നാൾ പിടിക്കപ്പെടും, അല്ലേ? അത് പിടിക്കാൻ ഒരു കാലം അതിന്റെ കാറ്റ് തള്ളി ഇവിടെ എത്തിക്കും, അല്ലേ? അപ്പൊ അങ്ങനെയുള്ളൂ ഇതിനകത്ത്. പിന്നെ നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിട്ടിരിക്കുക. എന്തിനെ കുറിച്ചിട്ടും ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം അതിനെക്കുറിച്ചൊരു നോളജ് മാക്സിമം നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഇപ്പോഴിവിടെ ആത്മീയത കച്ചവടമായിട്ടിരിക്കുന്ന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ സൂപ്പർസ്റ്റിഷൻസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ. ഞാൻ ഓർക്കുന്നുണ്ട് ഇടയ്ക്ക് ഒരുപാട് കാലത്ത് ഈ സൂപ്പർസ്റ്റിഷൻസിനെ കുറിച്ച് ഞാൻ ഒരുപാട് പറയാണ്. ഞാൻ ഓജോ ബോർഡിനെയും കൊണ്ട് ബോർഡുമായിട്ട് കോളേജുകളിൽ ഈ മന്ത്രവാദത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മറൈൻ ഡ്രൈവിൽ സ്ട്രീറ്റിലൂടെ ദൂരെ പരിപാടികൾ ഞാൻ ചെയ്യുന്നത്. അതൊക്കെ എഫേർട്ട് എടുത്ത് തന്നെ പോയി ചെയ്യാണ്. ഇത് എത്ര ചെയ്താലും ആളുകൾക്കുള്ളിൽ ഒരു എന്തെങ്കിലും നമ്മൾ പണ്ടൊരു മാന്ത്രികയോടെ കിട്ടിയിരുന്നെങ്കിലും എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാണ് 90% ആൾക്കാർ. എന്തെങ്കിലും ഇപ്പൊ പരീക്ഷയ്ക്ക് ദൈവമേ ഒന്ന് പോയി പ്രാർത്ഥിച്ചു വെച്ചിട്ട് പോയി എഴുതി കഴിഞ്ഞാൽ പേപ്പർ വരുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും എന്ന് പറയുന്ന പോലെ പേനയൊക്കെ വെഞ്ചരിച്ചിട്ട് പോകുന്ന ആൾക്കാരാണ്. അതൊക്കെ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് എന്റെ കൂടെ പഠിക്കുന്ന പിള്ളേര് പേന പോയി അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചിട്ട് പോയി എഴുതുന്ന കണ്ടപ്പോൾ ഞാൻ ഇതൊക്കെ എന്റെ വീട്ടുകാരനെ എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കാതെ അങ്ങനെ വല്ലതും നടക്കുമോ? അവനെക്കാട്ടി മാർക്ക് എനിക്കുണ്ടായിരുന്നു. ഈ നമ്മള് മഹാനവമി പൂജ അതൊന്നും തെറ്റല്ല എങ്കിൽ പോലും ഇതൊക്കെ ചില മനസ്സിന് ഒരു ഹാപ്പിനെസ് തരുന്നുണ്ട്. പക്ഷെ ഹാപ്പിനെസ് തരുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ നിന്ന് ഹാപ്പിനെസ് കിട്ടുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അതിനകത്തൊരു സന്തോഷം കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഞാൻ എന്റെ ക്രിട്ടിക് തോട്ട് വരുന്നത്. അതെ അതെ അതെ. പക്ഷെ ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട്, നമുക്കിപ്പോൾ ഈ ഒരുപാട് അവയർനെസ് ഷോകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം വോട്ടേഴ്സ് അവയർനെസ് നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ഈ പലതരം അവയർനെസ്സിൽ ഇന്നത്തെ കാലം മാറി. പഴയ തലമുറയല്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുടുംബ ബന്ധങ്ങൾ മാറി, ഫേക്ക് ലൈഫുകളായി മാറി. പിന്നെ ഈ മറ്റുള്ളവർക്കിടയിൽ ലഹരി ഉപയോഗം ചെറുപ്പക്കാർക്കിടയിൽ വളരെ കൂടുതലായിട്ട് കൂടി. പിന്നെ അതുപോലെ തന്നെ ഈ മതം ഒരു വലിയൊരു വിഷച്ചരക്ക് പോലെ ആയി മാറുന്ന ഒരു കാലം. പണ്ടത്ര അത്ര അവയർ അല്ലായിരുന്നു തോന്നുന്നു. ഇപ്പൊ എല്ലാവർക്കും ആ മതത്തിലുള്ള വിശ്വാസങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ ഈ മെന്റലിസം പോലെ ഒരു തിയറിയും കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആർട്ട് കൊണ്ട് ഏത് രീതിയിലായിരിക്കും നമുക്ക് കൂടുതൽ അവയർനെസ് ഡ്രൈവ് ചെയ്യുന്നത്? എന്റെ ഷോയ്ക്കകത്ത് നമുക്കുള്ളത് ഈ സൂപ്പർസ്റ്റിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങള്,
ഇപ്പോൾ ആത്മാക്കളെ വിളിച്ചു വരുത്തി, അല്ലെങ്കിൽ മരിച്ച ആൾക്കാരെ കൊണ്ടുവന്ന, അല്ലെങ്കിൽ പ്രേതഭൂതം ഇങ്ങനെയുള്ള സാധനങ്ങളെയൊക്കെ ഷോയുടെ ഭാഗമാക്കിക്കൊണ്ട് തന്നെ അത് എൻഡിൽ അതൊന്നും അല്ല എന്ന് കാണിക്കുന്നതാണ് ഷോ വരുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് ഒരു മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് അത് കറക്റ്റായിട്ട് ആ ഷോയിൽ കൺവേ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അങ്ങനെ അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയൊരു ബിൽഡപ്പ് ഉണ്ട്. ആ ബിൽഡപ്പ് താഴെ വന്ന് ഞാൻ മനഃപൂർവ്വമായിട്ട് അത് പൊളിക്കും. അപ്പോഴാണ് ആൾക്കാർക്ക് അതിനകത്ത് ഒരു ജെനുവിനിറ്റി ഫീൽ ചെയ്യുകയും ഇത് അങ്ങനെ അല്ലല്ലോ എന്ന് തോന്നുകയും ചെയ്യുന്നത്. അപ്പം അവർ വിചാരിച്ചതെല്ലാം വിചാരിക്കാത്തതായി മാറി. അതാണ് നമ്മൾ മനസ്സ് പിടികൊടുക്കാത്തൊരു മനസ്സെന്ന് പറയുന്ന പോലെ. അപ്പൊ ഈ ഓജോ ബോർഡ് ശരിക്കും ഉള്ളത്, അത് ഓജോ ബോർഡ് എന്ന് പറയുന്ന സാധനം രണ്ടാം ലോകമായുധ കാലഘട്ടത്തില് ഇത് പണ്ട് ടോക്കിംഗ് ബോർഡ് എന്ന് അറിയപ്പെട്ടിരുന്ന സാധനം. ഇത് റെസ്റ്റോറന്റുകളിലൊക്കെ ആളുകൾ ഈ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പെട്ടിക്കാതിരിക്കുന്ന സാധനം എടുത്ത് കൊടുക്കുന്നതല്ല. 25 മിനിറ്റ് 30 മിനിറ്റ് എടുക്കും ഫ്രഷ് ഫുഡ് വരാനായിട്ട്. ആ സമയത്ത് ടേബിളെ കളിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ടോക്കിംഗ് ബോർഡ് എന്ന് പറഞ്ഞ സാധനമായിരുന്നു. രണ്ടാം ലോകമായുധ കാലഘട്ടത്തിൽ കുറെ സോൾജേഴ്സ് മരിച്ചപ്പോൾ കുറെ വിധവകളുണ്ടായി. ആ വിധവകളെ അടുക്കൽ നിങ്ങളുടെ മരിച്ചുപോയ ഭർത്താവുമായി സംസാരിക്കാൻ ഒരു പോസിബിലിറ്റി ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോട്ടില് ഒരാള് ഒരു ചെറിയ ഒരു പീഠം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഇവരെ വെച്ചിട്ട് ഈ ടോക്കിംഗ് ബോർഡ് വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായി. ആ ഫീൽ ഇതങ്ങ് ഭയങ്കരമായിട്ട് അവരെല്ലാം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പല കാര്യങ്ങളും ചോദിച്ചു, ഹസ്ബൻഡ് എന്നോട് മിണ്ടി എന്നൊക്കെ ആയി. അപ്പൊ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കൂടുകയും പിന്നീട് ഇതിന്റെ പരിപാടികൾ മനസ്സിലാക്കി ലോകം മുഴുവൻ ഇതൊരു വലിയ ഈ ടോക്കിംഗ് ബോർഡ് മാറിയിട്ട് ഓജോ ബോർഡ് എന്ന രീതിയിലേക്ക് ഇതൊരു ഈ ബോർഡ് ആക്ച്വലി ഇഡിയോമോട്ടോ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു ആക്ടിവിറ്റി മാത്രമാണ്. അല്ലാതെ ഇതിനകത്ത് ഒരു ഭൂതവും വരുന്നില്ല, ഒരു പ്രേതവും വരുന്നില്ല, ഒന്നുമില്ല. കോയിൻ മൂവ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ മൂവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വിരലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ആടുന്ന കണ്ട് നമ്മൾ പോലും ഇതിപ്പോ അങ്ങനെയൊക്കെ ചില മൂവ്മെന്റുകൾ ഉണ്ടായിട്ടില്ലേ. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡാണ്. പക്ഷെ കോയിൻ മൂവ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അതെങ്ങനെ സംഭവിക്കും? കോയിൻ മൂവ് ചെയ്യുമല്ലോ, നമ്മൾ തന്നെ മൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മളാണെന്നുള്ളത് അറിയാതെ പോകുന്നത് തന്നെയാണ് ഇഡിയോമോട്ടോ റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കണ്ടീഷനിലൂടെ ഇപ്പം 2-3 പേര് കൂടി ഇരുന്നിട്ട് നമ്മളൊരു ആത്മാവിനെ വിളിക്കണം. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആള് തന്നെയാണ്. മനസ്സിലായോ? ഇപ്പോൾ പണ്ട് നമ്മുടെ മെക്കാട്ടൻ ചേട്ടൻ റാഫി മെക്കാട്ടൻ ചേട്ടൻ ഞാനും കൂടെ ഒരിക്കൽ ഒരു കോൺവെർസേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വെല്ലുവിളിയായിട്ട് വന്നു. പുള്ളി വന്നിച്ചിട്ട് ചേട്ടൻ പറഞ്ഞ കേട്ടോ. അപ്പം ഒരാൾ ഈ ഓജോ ബോർഡിൽ ഒരു ആത്മാവിനെ വിളിക്കുക. അപ്പം ഗുജറാത്തുകാരിയായ 82 വയസ്സുകാരിയായ വൈറ്റിലയിൽ വെച്ച് മരിച്ചുപോയ ഒരാളുടെ ആത്മാവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രസന്റ്ലി. അപ്പം ഇതിന് ഡേറ്റ എല്ലാം കിട്ടി. ഓരോന്ന് പറയുമ്പോഴത്തേനും എവിടെയാണ് പേരിന്നത്, ഗുജറാത്ത്, അത് കഴിഞ്ഞ് വൈറ്റില എന്നുള്ള കാര്യങ്ങളെല്ലാം ആ പറയുമ്പോൾ ആ സമയം കോയിൻ ഓരോ ആൽഫബറ്റുകളിൽ പോയി ഇത് ഇവിടെ ഇരിപ്പുണ്ട് ബോർഡ്, അതേ തൊട്ട് പുറകെ ഇരിപ്പുണ്ട്. അപ്പം അതിൽ ചെന്ന് തൊട്ട് കഴിയുമ്പം ആ ആൽഫബറ്റ് എഴുതി എടുക്കുക ചെയ്യുന്നത്. അപ്പം മെക്കാടൻ ചേട്ടൻ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഈ വൈറ്റിലയുടെ സ്പെല്ലിങ്ങില് ടി ഒരെണ്ണം കൂടുതലുണ്ട്. 3 ടി വന്നോ? 3 ടി. വൈറ്റിലയുടെ ഐ ആണ് ഇയോ എന്തോ ടി ഒന്ന് കൂടുതൽ എന്തോ ഒരു സ്പെല്ലിങ്ങിനകത്ത് വൈറ്റിലെന്ന് വായിക്കും, പക്ഷെ അതിനകത്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു നിങ്ങൾ വൈറ്റിലെന്ന് എഴുതിക്കാന്ന് പറഞ്ഞു അയാളുടെ അടുത്ത് ഇതേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതെങ്ങനെ സംഭവിച്ചതായിരിക്കും? ഇത് അയാൾ തന്നെ ചെയ്യുന്നതാണ്. അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതോ ആളെയും പറ്റിക്കുകയോ ഫേക്ക് ചെയ്യുന്നതോ അല്ല. അൺകോൺഷ്യസ് മൈൻഡിൽ അയാൾ പഠിച്ചു വെച്ചിരിക്കുന്ന വൈറ്റിലയുടെ സ്പെല്ലിംഗ് അതാണ്. അയാളുടെ ബ്രെയിനിൽ അതേ ഉണ്ടാവുള്ളൂ. നാളെ എഴുതാൻ പറഞ്ഞാൽ പുള്ളി അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, പുള്ളിക്ക് വരുള്ളൂ. തിരുത്തപ്പെടൽ ഉണ്ടായിട്ടില്ല. അപ്പൊ അതാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ട് കണ്ടിരിക്കുന്നത്. അപ്പം ഇത് ഇഡിയോമോട്ടോ റെസ്പോൺസ് സംസാരിക്കുന്നു പറയുന്നത് എന്താ ശരിക്കും? ഇല്ലല്ലോ, അങ്ങനെ സാധനം ഇല്ല. ആത്മാക്കളോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ അടുത്ത് പറയണ അയാളെ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് ആദ്യം ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് വിടണം. അതിനുശേഷം അദ്ദേഹത്തിന് സൈക്യാട്രിക് ഹെൽപ്പ് കൊടുക്കണം. ഇപ്പൊ ഡിസോസിയേറ്റീവ് ഡിസോർഡർ അല്ലെങ്കിൽ സ്കിസോഫീനിയ പോലെയുള്ള അല്ലെങ്കിൽ ഡെലൂഷണൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ പറയുന്നത്. ആത്മാക്കളോട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശരിയാ. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ മാജിക്ക് നമ്മൾ പല പല സാധനങ്ങളുണ്ടല്ലോ. മാജിക്ക്, ഹിപ്നോട്ടിസം, ഈ പറഞ്ഞ ഇലൂഷൻസ്, ഈ പറഞ്ഞ സൈക്യാട്രി, ഇങ്ങനെ പല മേഖലകൾ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് നിവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മെന്റലിസം ആണെന്നുള്ളത് സ്വാഭാവികം. എന്നാലും അതിൽ മനുഷ്യനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എന്തിനായിരിക്കും? ഇപ്പം ഈ സൈക്യാട്രിയും സൈക്കോളജിയും അത് രണ്ടും ബന്ധമില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആൾക്കാരുടെ മനസ്സുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലായതുകൊണ്ട് ആ ചോദ്യത്തിന്റെ ക്ലാരിറ്റിയിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്നെ സംബന്ധിച്ചുള്ള മെന്റലിസം എന്നുള്ളതാണ് ചൂസ് ചെയ്യുന്നത് മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടും എനിക്ക് ഹാപ്പി ആകാൻ വേണ്ടിയിട്ടാണ്. തീർച്ചയായിട്ടും. അപ്പം ഒരാളെ അത്ഭുതപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു കാര്യവും, 2 ആ അത്ഭുതം നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോൾ എനിക്കും കിട്ടുന്നത് അത് തന്നെയാണ്.
തീർച്ചയായിട്ടും Same നമ്മുടെ ആണ്. രണ്ടും നമ്മുടെ രണ്ട് സന്തോഷം taste നമ്മുടെ ഉള്ളതാണ്. നമ്മുടെ തന്നെ ഉള്ളിലാണ് സന്തോഷം ഇരിക്കുന്നതെന്നാ പറയാം. നമുക്ക് സന്തോഷം അപ്പൊ അത് ഉണ്ടെങ്കിൽ കണ്ടെത്താനുള്ളൊരു ശ്രമമാണ്. തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും. ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉം. ഈ ക്വിക്കായിട്ടുള്ള അത്ഭുതങ്ങൾ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അതെ. അത്ഭുതങ്ങൾ കാണുമ്പോൾ കുട്ടികളെ പോലെ ആകുന്നു എന്ന് പറയുന്ന പോലെ ഇരിക്കും. അത്ഭുതങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ആ അത്ഭുതങ്ങളിലൂടെ യാത്ര ചെയ്യാൻ നിന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അപകടത്തിൽ ചെന്ന് വീഴും. അല്പം കഴിഞ്ഞാൽ അവിടെ വിട്ടേക്കണം, അത് കഴിയണം. അത് കഴിയുമ്പോൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അവിടെ സ്റ്റോപ്പ് ചെയ്യണം. ആൾക്കാർ അതിന്റെ പിന്നാലെ പോകും, ഓവറായിട്ട് പിന്നാലെ പോകും. അങ്ങനെ പോയി കഴിയുമ്പോഴാണ് നമ്മൾ ഈ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നത്. ഈ മാജിക് ആണെങ്കിലും ആൾക്കാർ എന്താണ് അതിന്റെ രഹസ്യം എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ശ്രമിക്കും. പക്ഷെ അതിന്റെ കാര്യമില്ലെന്നാണ് എന്റെ ഒരു തിയറി. ആ രഹസ്യം അറിഞ്ഞ പിന്നെ അതിന്റെ അതൊരു കലയാണെന്ന് അറിഞ്ഞാൽ പിന്നെ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ അത് അറിഞ്ഞത് കൊണ്ടോ ഒന്നും കിട്ടാനും ഒന്നുമില്ല. കാരണം ആ കലയ്ക്കൊന്നും സംഭവിക്കില്ല. ഇല്ല. രഹസ്യങ്ങൾ അറിഞ്ഞത് കൊണ്ടല്ല, അത് പെർഫോമറുടെ സ്കില്ലും. 50% ഉള്ളൂ ട്രിക്ക്. 50% മുകളിൽ പെർഫോമറാണ്. അത് തന്നെ. അതെ അതെ. അപ്പൊ ഈ പഠിച്ചു വന്ന കാലത്ത്, ഈ കുട്ടിക്കാലത്ത് നാട്ടിൻപുറത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് വന്ന് കൊച്ചി പോലെ ഒരു സ്ഥലത്തേക്ക് വന്നു. പിന്നെ ഇപ്പൊ ഏകദേശം 19ഓളം രാജ്യങ്ങളിൽ കൂടെ സഞ്ചരിച്ചു. ഇപ്പൊ ഇതെല്ലാം കാണുമ്പോൾ പല പഠിത്തമൊക്കെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. അല്ല, ഏകദേശം വലിയ പഠിത്തമൊക്കെയാണല്ലോ ഇതിനെ കുറച്ച് ഫോളോ ചെയ്യൂല നമ്മള്. നമ്മുടെ കൂടെ വളർന്ന സമകാലീനരായിട്ട് വളർന്നവര് വീണ്ടും വീണ്ടും വളർന്ന ഉന്നതങ്ങളിലേക്ക് പോകുമ്പോൾ എനിക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം വരാറ്. സന്തോഷം, ബഹുമാനം. അപ്പൊ അവരെ നമ്മൾ ഫോളോ ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നടന്ന ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട്. ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 പേർക്ക് ഷെയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം. അഹങ്കാരമല്ല, പഠിച്ച് ഇത്ര കാലഘട്ടം വെച്ചിട്ട് അത്രയും പേരായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഈ ഓരോ മനുഷ്യരെ നമ്മൾ വായിക്കുന്ന ഓരോ രീതിയിലാണ്. ഓരോ മനുഷ്യന്റെ ബോഡി ലാംഗ്വേജ്, സംസാര രീതി, നമുക്കിപ്പം നമ്മളെ നന്നാക്കാൻ വരുന്നവരെ നശിപ്പിക്കാൻ വരുന്നതിനെ നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ ഒരു റീഡിങ് ഇപ്പം നടത്തിയിട്ടുണ്ടാവില്ലേ? അതിൽ നിന്ന് എന്തെങ്കിലും പാഠങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഇത്രയും വർഷങ്ങളുണ്ട്? എല്ലാ മനുഷ്യരിലും ഓരോ കഥകളുണ്ട്. ഓരോ മനുഷ്യനെയും ഡീപ്പായിട്ട് ഒരു 2-3 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ അവരിലെല്ലാം ഓരോ കഥകളുണ്ട്. ആ കഥകൾ സിനിമകളാക്കാൻ, നോവലുകളാക്കാൻ ഒക്കെ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരാളുടെ കഥകളും വേറൊരാളുടെ കഥയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. ഒരു ബന്ധവും ജീനിന്റെ വേരിയേഷൻ പോലെ തന്നെ ടോട്ടലി ഒരു വ്യത്യാസം, വളരെ വ്യത്യാസമുള്ള കഥകളായിരിക്കും. അപ്പം നമ്മൾ ചില എഫക്റ്റുകൾ കാണിക്കുന്ന സമയത്ത് അയാളിൽ ഉണ്ടാകുന്ന എക്സ്പ്രഷൻസ് അതായിരിക്കില്ല വേറൊരാളെ കാണിക്കുക. ഞാൻ വലിയ എക്സ്പെക്ടേഷനോടുകൂടി ചില കാര്യങ്ങളൊക്കെ ചിലരെ കാണിച്ചിട്ടുണ്ട്. ഒരു വികാരവും ഇല്ലാതിരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. അതേ സാധനം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ആളുടെ അടുത്ത് കാണിച്ചിട്ട് വൗ ഫാക്ടർ, എനിക്ക് ഞാൻ വിചാരിക്കാത്ത പല സർപ്രൈസുകൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ തുടങ്ങുന്നു, മനസ്സിലാക്കുന്നു ചില വ്യക്തികൾ, ചില രീതികൾ, അവരുടെ മാനറിസം നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ അവർക്ക് ഇണങ്ങിയത് ഇതല്ല എന്നുള്ളത്. ഇപ്പൊ ടോണി ചേട്ടന് വേണ്ടി ഞാൻ ആദ്യം വേറെ സാധനം പ്ലാൻ ചെയ്ത് വെച്ചായിരുന്നു. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ വന്ന് നമ്മൾ കുറച്ചേരം സംസാരിച്ചും വേറെ സാധനം മാറ്റി. ഞാനിപ്പോ ഒരുപാട് മജീഷ്യൻസിന്റെ മാജിക്കുകൾ ഫോളോ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് പേര് ഷോ ചെയ്യിച്ചിട്ടുമുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഹൗഡിൻ എസ്കേപ്പാ മാജിക്കില്. അപ്പം ആ സാധനത്തിന്റെ തിയറി ഒന്നും മനസ്സിലാവില്ല ഇപ്പോഴും. ആ സ്കിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ ഈ ഹൗഡിൻ എസ്കേപ്പും മെന്റലിസമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനൊരു ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റുമോ? മാക്സിമം മാജിക്കിലെ മാക്സിമം എന്ന് ഇപ്പോഴും പറയപ്പെടുന്ന ഒരു ഹൗഡിനിയാണെങ്കിൽ. ഹൗഡിനിയുടെ ഇപ്പൊ എസ്കേപ്പ് വിദ്യകളാണ് ലോക പ്രചാരത്തിലുള്ളത്. അദ്ദേഹം അല്ലാതെ ഒരുപാട് ട്രിക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതൊരു സാഹസിക വിദ്യകളാണത്. മെന്റലിസ്റ്റിനകത്ത് ഈ സാഹസിക വിദ്യകൾ എന്ന് പറയുന്ന ഒരു സാധനം വളരെ കുറവാണ്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ഒരാശയം മനസ്സിൽ വന്നിട്ട് എനിക്ക് അതിപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു സാധനം ഉണ്ടാക്കി പരീക്ഷിച്ചാൽ മാത്രമേ എനിക്ക് അതിൻ്റെ ഒരു പൂർണ്ണത പറയാൻ പറ്റൂ. ഹൗഡിന് ചെയ്യണം എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ മാജിക് ചെയ്യുന്ന കാലത്ത്? ഞാൻ ചെയ്ത് ഫയർ എസ്കേപ്പ് എന്ന് പറയുന്ന അങ്ങനെ അത് 1999 ഞാൻ ചങ്ങലയും താഴുമൊക്കെ ഇട്ട് ആ സമയത്ത് ഇതാണ്. അന്ന് എനിക്ക് തോന്നുന്നു എന്റെ പ്രായത്തില് ആരും അങ്ങനത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വേറെ ആലോചിച്ച്, അല്ല ഈ ഷോകൾ ചെയ്യുമ്പോഴേ നമ്മളിപ്പം മജീഷ്യൻസ് ഒക്കെ, മാജിക് ആണെങ്കിലും മെന്റലിസം ആണെങ്കിലും, നമ്മൾ പലരെയും അട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ടിപ്സ് ഇട്ട് കൊടുക്കും. ക്രൗഡിൽ വന്നിരിക്കുന്ന ഒരു ഇൻട്രോവേർട്സും ഉണ്ടാവും, എക്സ്ട്രോവേർട്സും ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാര് പലപ്പോഴും എന്റെ ഷോയിൽ സ്റ്റേജിലോട്ട് വരാനായിട്ട് വിമുക്തി കാണിക്കും. അപ്പം ഞാൻ വിത്ത് പെർമിഷനോടുകൂടി ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഒരു 3 days മുമ്പ് ഒരു ഷോ ചെയ്തിട്ടിരിക്കാം കോഴിക്കോട്. അപ്പൊ ചെയ്ത സമയത്ത് അവര് എന്നോട് പേഴ്സണലി പറയും, ചെവി വന്നിട്ട് പറയും, അതായത് സ്റ്റേജിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി കൈ വിളിച്ച് ഞാൻ ഇങ്ങനെ കൊണ്ടുവരിക സ്റ്റേജിലോട്ട്. അപ്പൊ എന്നെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് പറയും, സാർ ഞാൻ ഇൻട്രോവേർട്ടാണ്, ഞാൻ സ്റ്റേജിലേക്ക് വരില്ല എന്ന് പറയും. അവിടെ ഇരിക്കുക. കാരണം ഒരിക്കലും ബലം പെടുത്തി എനിക്ക് സ്റ്റേജിൽ കൊണ്ടുവരുന്നത് ഈ ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. ഞാൻ പറഞ്ഞു അവിടെ ഇരുന്നോളൂ, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു ഷീസ് നോട്ട് കംഫർട്ടബിൾ, അടുത്തൊരാളെ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്ത സ്റ്റേജിൽ വിടുന്നു. അത് മര്യാദയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ അവർക്ക് ഒരിക്കലും സ്റ്റേജ് നിന്നിട്ട് അത് ആസ്വദിക്കാൻ, അവർ ആസ്വദിക്കാൻ വന്നതാണ്. അവരുടെ ജീവിതത്തിൽ അവരെ ജയിലിൽ കൊണ്ട് പിടിച്ചിട്ട് മറ്റേ കത്തി കൊണ്ട് കുത്തുന്ന പോലെ ആയിരിക്കും സ്റ്റേജിൽ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഫീൽ ചെയ്യുന്നത്. ഒന്ന് നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. അല്ല, ഇപ്പൊ ഈ ഷോകൾ ചെയ്തതിൽ ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയതും
ഏറ്റവും ദുഃഖം ഉണ്ടാക്കിയതുമായിട്ടുള്ള 2 അനുഭവങ്ങളൊന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? സന്തോഷമുള്ളതും സങ്കടമുള്ളതും അല്ല, എല്ലാം നമുക്ക് സന്തോഷം തരുന്നതാണ്. തീർച്ചയായിട്ടും. പെട്ടെന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ വരുന്നൊരു സാധനം, ഉം. ലാലേട്ടനുമായിട്ട് ഞാനൊരു ഷോ ചെയ്തു. അത് ഒന്നല്ല 2-3 ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലാദ്യം ഞാൻ നീരാളി എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാനും സുരാജേട്ടനും കൂടെ കൂടിയിട്ട് ഒരു സാധനം ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് അദ്ദേഹവുമായിട്ട് ഒരു ആക്ട് പെർഫോം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മരക്കാർ എന്ന് പറഞ്ഞ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി മലയാള മനോരമ പിന്നെ നമ്മൾ ഷിപ്പിൽ വെച്ചിട്ട് നെഫിറ്റിറ്റിയുടെ ഷിപ്പിൽ വെച്ചിട്ട് ഒരു ആക്ട് ചെയ്തു. അപ്പം ഞാനും അദ്ദേഹം വേറൊരു ലുക്കിൽ വേറെ അപ്പിയറൻസിലാണ് അവിടെ വന്നു. ഷോ കണ്ടു. ഷോ കഴിഞ്ഞിട്ട് ഷോയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്നെ നിപിൻ നിരവത്തുന്ന അഭിസംബോധന ചെയ്യുകയാണ് ലാലേട്ടൻ. അതായത് അന്ന് കണ്ട ഓർമ്മ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഞാനെന്ന് പറഞ്ഞ നമ്മൾ കണ്ട ജനിച്ച കാലം മുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന വെള്ളിത്തെരയിൽ കാണുന്ന ലാലേട്ടനെ നമ്മൾ ആദ്യമായി കണ്ടത് ആ നിമിഷമാണ്. അദ്ദേഹത്തിന് അതിന് മുമ്പ് എന്നെ കുറിച്ച് അറിയണം ഒരു ധാരണയല്ല, എന്നെ അറിയണമെന്നുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെ ചിന്തിക്കുന്ന, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത്, കാരണം എന്നെ അങ്ങനെ അറിയേണ്ട കാര്യമൊന്നുമില്ല. രണ്ടാമത് ഞാൻ പെർഫോം ചെയ്യുമ്പോൾ എൻ്റെ പേര് അത് ഓർത്തെടുത്ത് പറയാം, അല്ലാതെ എൻ്റെ ക്യൂല് ഇനി അടുത്ത് നിപിൻ നിരവത്താണെന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. ഇതേ സാധനം പൃഥ്വിരാജിൽ ഒരിക്കലും ഉണ്ടായി. ഞാൻ സൂര്യ ടിവിയുടെ ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അദ്ദേഹം നിപിൻ എന്ന് പറഞ്ഞു. ഞാനത് ഞെട്ടിപ്പോവാണ്. കാരണം ഞാൻ ഒരിക്കലേ പുള്ളിയുടെ അടുക്കൽ ഞാൻ കാരവനിൽ ഒരിക്കൽ മീറ്റ് ചെയ്തു. അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞിട്ട് പ്രോഗ്രാമിൽ നിൽക്കുമ്പോഴാണ് പുള്ളി. അപ്പം ചില ആളുകള് നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് എന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടല്ലോ. 2 നമുക്ക് വിഷമം തോന്നിയിട്ടുള്ള കാര്യം ചോദിച്ചത്, അത് പ്രൊഫഷണൽ അല്ലാത്ത ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുണ്ട്. അതായത് ഇവന്റ് മാനേജ്മെന്റ് എന്നുള്ള ലേബലിനെ മോശമാക്കുന്ന കുറെ ഇവന്റുകാരുണ്ട്. നമ്മളൊരു പ്രോഗ്രാമിന് എഗ്രിമെന്റ് ഒക്കെ ചെയ്ത് നമ്മുടെ സ്പെക്കുകളൊക്കെ കൊടുത്തിട്ടായിരിക്കും ഷോയ്ക്ക് പോവുക. നമ്മൾ ആ വെന്യൂ കണ്ടു, നമ്മൾ തലേദിവസം ചിലപ്പോൾ ഹോട്ടൽ ഇന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ബാങ്കറ്റൊക്കെ നമ്മൾ തപ്പി സ്റ്റേജ് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നുള്ള ഡീറ്റെയിൽ എല്ലാം കിട്ടും. അവിടെ ചെല്ലുമ്പോൾ ഒരു ബന്ധവുമില്ല. അവിടെ നിൽക്കുന്ന ആൾക്ക് ഈ കൊടുത്തിരിക്കുന്ന സ്പെക്കുമായിട്ട് ഒരു ഇൻഫർമേഷനോ കിട്ടിയിട്ടില്ല. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പിന്നെ നമ്മൾ അവരുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് ഉള്ളത് വെച്ച് നമ്മൾ ഷോ ചെയ്യുമ്പോൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഒരുപാട് കോംപ്രമൈസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന അറിയോ? പ്രോഗ്രാം കാണാൻ വന്നിരിക്കുന്ന ഒരാള് എന്താ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളുടെ ഷോ ഇത്ര ഉള്ളല്ലേ, 5 മിനിറ്റിന്റെയും 6 മിനിറ്റിന്റെയും ഗ്യാപ്പിൽ ഷോ സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതായത് ഒരു സാധനം കഴിഞ്ഞിട്ട് നേരെ കയറി ഷോ ചെയ്യുക പ്രാക്ടിക്കൽ അല്ല. കാരണം ലൈറ്റ് സെറ്റ് ചെയ്യണം, സൗണ്ട് സെറ്റ് ചെയ്യണം, ഇതിന്റെ മ്യൂസിക് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. ഇതിനു മുമ്പ് നമുക്ക് ഈ സ്റ്റേജിലെ അകലങ്ങൾ, മെഷർമെന്റുകൾ, കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണം. ഓഡിയൻസുമായിട്ടുള്ള ലെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിനൊന്നുള്ള ഈ സാഹചര്യങ്ങളൊന്നും ഇല്ലാതെ പിന്നെ അവിടെ പോയി നിന്നിട്ട് ഈ ചില ആൾക്കാർക്ക് ഇത് എന്താണ് ഈ സാധനം എന്ന് അറിയില്ല. ഒരു പാട്ടുകാരനെ വിളിച്ചാൽ പോലും അയാൾക്ക് സൗണ്ട് ചെക്ക് വേണം, ഇല്ലേ? അതെ അതെ. പിന്നെ മിനിമം 2 മണിക്കൂർ മുമ്പെങ്കിലും ഒന്ന് സൗണ്ട് ചെക്ക് ചെയ്യണം. പ്രസംഗം പറയുന്നവർക്ക് ഇതിന്റെ ആവശ്യമില്ല, മൈക്ക് മാത്രം മതി. എന്നാലും അതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ള ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തതിന് ശേഷമേ അയാൾ പ്രസംഗിക്കുക എന്ന് പറഞ്ഞൊരു മീറ്റിംഗിൽ പ്രസംഗിക്കുന്ന നല്ലതല്ല. ഇപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അയാളുടെ സ്പെക്കുകൾ അനുസരിച്ചായിരിക്കും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതലുണ്ട്. അതിന്റെ പേരിൽ ചിലയിടങ്ങളിൽ നല്ല വഴക്കുണ്ടായിട്ടുണ്ട്. അത് സ്റ്റേജിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മുടെ മനസ്സിൽ ഹൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ എന്റർടൈൻ ചെയ്യാൻ നിൽക്കുന്ന മൊമെന്റ് പോലും നമ്മുടെ മൈൻഡ് മാർക്കും. നമ്മൾ നല്ലൊരു മെഡിറ്റേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷോ അതിനകത്ത് കൊണ്ടുപോയിട്ട് ഈ കല്ലും മണ്ണും എല്ലാം കൂടെ വാരി മുള്ളും എല്ലാം കൂടെ വാരി ഇട്ട ഒരു അവസ്ഥയായിരിക്കും. എത്ര വലിയ മെന്റലിസ്റ്റിന് ഒരു മൈൻഡ് ഉണ്ടെന്ന് പിന്നെ തീർച്ചയായിട്ടും ആ മൈൻഡ് നമ്മുടെ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നമ്മളെ അറിയാമല്ലോ. നമ്മളെ കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. ഞാൻ ആരാണെന്ന് എനിക്ക് അറിയത്തില്ലാത്തടത്തോളം കാലം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആരാണെന്ന് അറിയണം. ഈ ചില ആൾക്കാര് എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ അവരല്ലാതായി പെരുമാറുന്നതും ഒരുപാട് അനുഭവങ്ങളുണ്ടല്ലോ നമുക്ക്. മറ്റുള്ള നമ്മളല്ലാണ്ടായി പോകുന്ന അനുഭവം വരും. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മളെ മനസ്സിലാക്കണം. വ്യക്തമായ ഒരു ക്ലാരിറ്റിയോട് കൂടി ജീവിക്കുക. ഇത്ര നാളത്തെ ജീവിതത്തിൽ ജീവിത വിജയത്തിന് എന്തെങ്കിലും രഹസ്യങ്ങളുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടോ? എന്തായിരിക്കും? ഒന്ന് ക്ലാരിറ്റി. ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. 2 ഒരു മൈൻഡ് സെറ്റ്. അത് നമ്മൾ എന്തിനേയും പ്രതിരോധിക്കാനും എന്തിനേയും അക്സെപ്റ്റ് ചെയ്യാനുള്ള. 3ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫെയിലിയർ ആണ്. ഫെയിലിയർ ഉണ്ടാവണം. അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ സക്സസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. 3 എന്തിനു വേണ്ടി എന്നൊരു ചോദ്യമുണ്ട്. എന്താണ് എന്തിനു വേണ്ടി എന്നുള്ളത്. 3ാമത്തേത്, നമ്മൾ
ചെയ്യുന്ന കാര്യം, അതിൻ്റെ പർപ്പസ് എന്നെ ഹാപ്പി ആക്കുന്നുണ്ടോ, ഓ അതുവഴി മറ്റുള്ളവരെ ഹാപ്പി ആക്കുന്നുണ്ടോ. ഇത് നമ്മുടെ കുഞ്ഞു ലോകമാണ്. ഈ കുഞ്ഞു ലോകത്തിനകത്ത് വലിയ എക്സ്പെക്റ്റേഷനോട് ജീവിക്കാതെ ആ കുഞ്ഞു ലോകത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി എല്ലാ മനുഷ്യനും ഹാപ്പിനെസ് തേടിയുള്ള യാത്രയാണ്. തീർച്ചയായിട്ടും എനിക്ക് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഒരു രാത്രിയിൽ സുഖമായി കിടന്നുറങ്ങാൻ പറ്റുക, ഒരു പ്രഭാതത്തിൽ ചെറു പുഞ്ചിരിയോടുകൂടി ഉണരാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം മാൻ എന്ന് പറയുന്നത്. അതിനകത്ത് സമ്പത്തല്ല, പണമല്ലല്ലോ. ഇപ്പം നമുക്ക് ഈ ജീവിതത്തിൽ കുട്ടിക്കാലം ഞാൻ വീണ്ടും തിരിച്ചു പോവുക. അപ്പോൾ ഈ കുട്ടിക്കാലത്തെ ലൈഫിൽ മാജിക്കും മെൻ്റലിസവും ഒന്നുമില്ല. അതിൽ നിന്ന് ഇപ്പം കുടുംബസ്ഥനായി കഴിയുമ്പം ഒരു മെൻ്റലിസ്റ്റും കൂടെയാണ്. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്ന ആൾ മാത്രമാണ് മെൻ്റലിസ്റ്റ് എന്നുള്ള തെറ്റിദ്ധാരണ എപ്പോഴും ഉണ്ടാവും. അപ്പം അത് കുടുംബത്തിലെ ജീവിതത്തിൽ, ഈ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് അത്തരം ഒരു അനുഭവങ്ങൾ ചോദ്യമാണല്ലേ. കുടുംബജീവിതത്തിന് അതൊന്നും ഒന്നുമില്ല. കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ക്ലാരിറ്റി എന്നുള്ള വാക്ക് ഞാൻ എപ്പോഴും ഉപയോഗിക്കും. കുടുംബജീവിതം എന്താണ്, കമ്പാനിയൻഷിപ്പ് എന്താണ് എന്നുള്ളൊരു ബോധ്യം നന്നായിട്ട് എനിക്കുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയതിന് ശേഷമാണ് അതിലേക്ക് എടുത്ത് കാല് വയ്ക്കുന്നത്. പിന്നെ എന്താണ് കുടുംബജീവിതം എന്ന് ചോദിച്ചാൽ അത് അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ്. അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോവുക എന്നത് മാത്രമാണ്. ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ ആയിരിക്കണമെന്നില്ല എൻ്റെ പാർട്ണർ. ലോകത്ത് ഒരാൾക്കും അങ്ങനെ ഒരു പാർട്ണറിനെ കിട്ടിയ ചരിത്രമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ കൊടുത്തും കൊണ്ടുമൊക്കെ ജീവിതത്തെ ആ ഒരു തരത്തിൽ കണ്ട് അങ്ങോട്ട് പോവുക, നേരിടുക. അതാണ് കറക്റ്റ് കാര്യമാണ് പറഞ്ഞത്. അല്ലാതെ അഭിനയങ്ങൾക്ക് കാര്യമില്ലല്ലോ, ഈ കാര്യത്തിൽ അഭിനയം ഇല്ലല്ലോ. അപ്പോൾ ഈ ക്രിപ്റ്റിക് ഷോ ഒക്കെ ഒരുപാട് ചെയ്തു. ഇപ്പം ഒരുപക്ഷെ ഒരു 100 രാജ്യങ്ങൾ നിപിൻ സഞ്ചരിച്ച് കഴിയട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ 100 രാജ്യങ്ങൾ പൂർത്തീകരിച്ചിട്ട് തിരിച്ചെന്ന ഹോട്ടൽ റൂമിൽ ഒന്ന് ഒറ്റയ്ക്കിരിക്കുന്ന നിപിൻ നിരവത്തിൻ്റെ മനസ്സിൽ ആദ്യം തോന്നുന്ന ചിന്ത എന്തായിരിക്കും? അടുത്ത 101ാമത്തെ രാജ്യം എവിടെയാണ് എന്നത് കണ്ടെത്തുക. ഇനി അതിനകത്ത് പുതിയ അതിനേക്കാട്ടിൽ പുതിയതായ എല്ലാ ഷോയിലും എന്തെങ്കിലും ഞാനൊരു പുതിയ കാര്യം കൊണ്ടുവരാൻ ശ്രമിക്കാറാണ്. അപ്പം 101ാമത്തെ ഷോയിലും പുതിയ മോട്ടിവേഷൻ ആയിരിക്കും, എന്റർടൈൻമെന്റ് ആയിരിക്കും, എന്തായിരിക്കും? എന്റർടൈൻമെന്റ് വിട്ടുള്ള പരിപാടി. എന്റർടൈൻമെന്റിനുള്ളിൽ കൂടെ നമ്മൾ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണുന്നല്ലേ, ഓരോരുത്തരും ഓരോന്ന് കിട്ടുന്നു. എനിക്ക് പഠിക്കാനുണ്ടാവും, അത് ഞാൻ പബ്ലിക്കിനോട് പറയുന്നു. അവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വിളിച്ച് ഞാൻ പറയുന്നല്ല അർത്ഥമല്ല. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എനിക്ക് പുതിയ തോട്ടാണെങ്കിൽ ഞാനത് എൻ്റെ ലൈബ്രറികളിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുസ്തകം എഴുതി വെക്കുന്ന, ഡയറി എഴുതുന്ന ശീലം എനിക്കില്ല. പക്ഷെ ഒരു പുസ്തകം എഴുതുന്ന കാര്യം നമ്മൾ പുസ്തകം എഴുതി വെച്ചിട്ടുണ്ട്, പബ്ലിഷ് ചെയ്തിട്ടില്ല. അതൊക്കെ തരാഞ്ഞ യഥാർത്ഥത്തിൽ മെന്റലിസം എന്താണെന്ന് പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കണം, നന്നായിരിക്കും. അതൊരു പുസ്തകത്തിൽ കൂടി ആയിരിക്കും കുറച്ചുകൂടി എളുപ്പമാവുക. അത് തരാം. അപ്പം നമ്മൾ ഷോ കുറച്ച് നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജീവിതത്തിന്റെ ഒരുപാട് യാഥാർത്ഥ്യങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ല. പിന്നെ എല്ലാവർക്കും അറിയാം. പിന്നെ അങ്ങനെ ഒരു സംഗതി അൺഫോൾഡ് ചെയ്യേണ്ടത് ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാഷ്വലി സംസാരിച്ചു. മറ്റെന്തെങ്കിലും പുതിയതായിട്ട് പറയാനുള്ള ആശയങ്ങൾ മനസ്സിൽ തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് മുന്നോട്ട് പോയി. ഇല്ല, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം, ഞാൻ ഇതിന്റെ എൻഡിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം. ഞാൻ ഒരു സെറ്റ് കാർഡ് തന്നിട്ടുണ്ട് കയ്യിലല്ലേ, എടുക്കണം. ഇപ്പോൾ അവിടെ ഇരിക്കട്ടെ. വലിയ പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ കാണിക്കുന്നുണ്ടോ? ഞാൻ ഒരു വലിയ ഇതൊന്നുമില്ല. കാർഡ്സ് കണ്ടാൽ അറിയാലോ. നോക്കൂ, 52 കാർഡ്സ്. 52 കാർഡ്സ്. ഓക്കെ, ക്യാമറയിൽ കാണാമെന്ന് വിചാരിക്കുന്നു. കാണുന്നുണ്ടോ? ഓക്കെ, ഞാൻ കൈ കാണിച്ചിരിക്കുന്നത്. ഏത് കൈയാലും കുഴപ്പമില്ല, ഇച്ചിരി നീട്ടി ഇങ്ങനെ പിടിച്ചാൽ മതി. ഞാൻ വെറുതെ കാർഡ് ഞാൻ ഡ്രോപ്പ് ചെയ്യാണ്. ഇഷ്ടമുള്ളിടത്ത് സ്റ്റോപ്പ് എന്ന് പറയണം. അത് സ്വന്തം ഇഷ്ടപ്രകാരം പറയേണ്ട ഒരു സ്റ്റോപ്പാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിൽ തോന്നുന്നിടത്ത് സ്റ്റോപ്പ് എന്ന് പറയണം. താഴെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. സ്റ്റോപ്പാണ്. ഓക്കെ, കാർഡ് എടുത്തേ, കിട്ടോ? എന്താ കാർഡ് ഏതാന്ന് നോക്കിയേ. 8 ഓഫ് ഹാർട്ട്സ്. 52 കാർഡുകളിൽ നിന്ന് ഇതിനകത്ത് വേറെ 8 ഓഫ് ഹാർട്ട്സ് വല്ലതും ഉണ്ടോന്ന് നോക്കി. 8 അത് വേറെ ഇല്ല. 8 ഡയമണ്ട് ഒക്കെ ഉണ്ട്, ഹാർട്ടൊക്കെ ഉണ്ട്. ടോണി ചേട്ടന് സന്തോഷം ഇഷ്ടം. ഇത് പിടിച്ച് നോക്കിയോ, ഞാൻ നോക്കുന്നു. ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് ഇഷ്ടം തോന്നിയതും സ്റ്റോപ്പ് ചെയ്യണം തോന്നുന്നത്. ഞാൻ പലയിടത്തും എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ചെയ്യാൻ തുടങ്ങിക്കൊണ്ടിരുന്ന ഇടയ്ക്ക് 2 പ്രാവശ്യം മാറ്റിച്ച് കൈ താഴെ പോകുന്ന അങ്ങനെ ഓർഡേഴ്സ് മാറി. 8 ഓഫ് ഹാർട്ട്. 52 കാർഡുകൾ
നമ്മൾ ഏതൊക്കെ തരത്തിൽ പോയെങ്കിലും 52 ഓപ്ഷൻസ് ആണ് ഉണ്ടാകുക. അതെ അതെ, പെർമിറ്റേഷൻ ആൻഡ് പക്ഷെ കോമ്പിനേഷൻ. ഒരൊറ്റ സെറ്റ് ഓഫ് കാർഡ് ഞാൻ തന്നിട്ടുള്ള അവിടെ. യെസ്, എടുക്കട്ടെ. എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ. എന്തുകൊണ്ട് 8 ഓഫ് ഹാർട്സ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് 8 ഓഫ് ഡയമണ്ട് ഉണ്ട്. വെറുതെ കാർഡ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. ഒരു കാർഡ് മാത്രം തിരിഞ്ഞിരിപ്പുണ്ട്. ഓ യെസ്, നോക്കിയേ, ആ കറക്റ്റാ. അതൊന്നും എടുത്ത് ഇതാ 8 ഓഫ് ഹാർട്സ്. കറക്റ്റാണ്. അതെങ്ങനെ സംഭവിക്കുന്നു ഞാൻ ചോദിക്കുന്നില്ല. അല്ല, എങ്ങനെ എന്ന് ചോദിക്കുന്നതാണല്ലോ അതിന്റെ രസം. എല്ലാരും ചോദിക്കുന്നു, എല്ലാവരും ചോദിക്കുന്നതാണ്. അതിനോടൊരു മറുപടി ഇത്രേ ഉള്ളൂ. അതങ്ങനെ ഒരു രഹസ്യമായിട്ട് തന്നെ വിശേഷിക്കട്ടെ അല്ലേ. പക്ഷേ പലപ്പോഴും അതിശയം തോന്നുന്നത് ഇവിടെയാ, ഈ ഇല്യൂഷൻ ഷോകളിൽ നമുക്ക് മനസ്സിലാവില്ല എന്താ സംഭവിക്കുന്നത്. അതാണല്ലോ അതിന്റെ ക്ലൈമാക്സ് എന്തായിരിക്കും ആർക്കും. ഈ എഴുതി വെക്കുന്ന സംഗതി അത് കുറച്ചുകൂടെ ട്രിക്കി ആയിട്ട് തോന്നും, ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കും അല്ലേ. പല കാര്യങ്ങളും നമ്മൾ എഴുതി വെക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ. പക്ഷെ ഇത് പെർഫെക്റ്റ്. എന്തായാലും മാജിക്കിൽ തുടങ്ങി മെന്റലിസത്തിൽ കൂടെ നമ്മൾ കാണുന്ന ഈ വ്യക്തി എന്ന് പറയുന്നത് ചെറിയൊരാളല്ല. മനുഷ്യൻ്റെ മനസ്സിൻ്റെ നിഗൂഢതകൾ തേടി അലയുന്ന യാത്രകൾക്കിടയിൽ മെന്റലിസം ഒരു വലിയ കലയായി ലോകത്തിന് മുൻപ് അവതരിപ്പിച്ച വ്യക്തിയാണ്. നിപിൻ നരുവത്തുമായുള്ള ഇത്രയും നേരത്തെ സംഭാഷണം എല്ലാവർക്കും ഏറെ പ്രചോദിപ്പിക്കുന്നതായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ജീവിതത്തിൻ്റെ കഥകളുമായുള്ള മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം. താങ്ക് യു.